മധ്യേഷ്യയിൽ സംഘർഷം വീണ്ടും രൂക്ഷമാകുന്നതിനിടെ ഒമാൻ ഉൾക്കടലിലെ തന്ത്രപ്രധാനമായ ഇറാനിയൻ തുറമുഖമായ ചാബഹാറിലെ ഒരു നിരീക്ഷണ ഗോപുരം അമേരിക്കയുടെ പുതിയ ആക്രമണങ്ങളെ തുടർന്ന് തകർന്നതായി റിപ്പോർട്ടുണ്ട്. ഗോപുരം പോലുള്ള ഒരു നിർമ്മിതി തകർന്നു വീഴുന്നതും അതിനെ തുടർന്ന് വൻതോതിൽ പൊടിപടലങ്ങളും പുകയും അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നതും കാണിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി തന്നെ പ്രചരിക്കുന്നുണ്ട്. അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് എസ്ഗത്ത് ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെയാണ് കൂടുതൽ ശ്രദ്ധ നേടിയത്. പുതിയ ആക്രമണ പരമ്പരയിൽ എത്രത്തോളം നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം എന്നതിനെ കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്ക് ഇത് ആക്കം കൂട്ടിയിട്ടുണ്ട്. എന്നിരുന്നാലും പ്രചരിക്കുന്ന ദൃശ്യങ്ങളെക്കുറിച്ച് സ്വതന്ത്രമായ ഒരു സ്ഥിരീകരണമോ ഗോപുരം തകർന്നതുമായി ബന്ധപ്പെട്ട ഇറാൻ അധികൃതരിൽ നിന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണമോ ഇതുവരെ ലഭിച്ചിട്ടില്ല. ഒമാൻ ഉൾക്കടലിൽ ഹോർമുസ് കടലിടുക്കിന് പുറത്തായി സ്ഥിതി ചെയ്യുന്ന ഇറാനിലെ തന്ത്രപ്രധാനമായ തുറമുഖങ്ങളിൽ ഒന്നാണ് ചാബഹാർ. ഇന്ത്യയുടെ സഹകരണത്തോടെ വികസിപ്പിച്ചെടുത്ത ഈ തുറമുഖം പാകിസ്ഥാനെ ഒഴിവാക്കിക്കൊണ്ട് അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കും പ്രവേശനം സാധ്യമാക്കുന്ന ഒരു നിർണായക വ്യാപാര ഗതാഗത കവാടമായി മാറിയിരിക്കുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടലുകൾ വീണ്ടും സജീവമായ സാഹചര്യത്തിലാണ് ഈ ആക്രമണ വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നത്. മേഖലയിൽ സംഘർഷം വർദ്ധിച്ചു വരുന്നതിനിടെ തന്ത്രപ്രധാനമായ പല സൈനിക അടിസ്ഥാന സൗകര്യ കേന്ദ്രങ്ങൾക്കു നേരെ ആക്രമണം ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. ചാബഹാറിലുണ്ടായ നാശനഷ്ടങ്ങളുടെ വ്യാപ്തിയെ സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങളൊന്നും ഇതുവരെ ലഭ്യമല്ല. ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക പുതിയ ആക്രമണങ്ങൾ നടത്തിയതായി സെൻകോം അറിയിച്ചു. ഇറാനെതിരെ തുടർച്ചയായി 6ാം ദിവസവും സൈനിക നടപടികൾ നടത്തുന്നതിനിടെ അതിന്റെ ഭാഗമായി ഇറാൻ കേന്ദ്രങ്ങൾക്ക് നേരെ പുതിയൊരു ആക്രമണ പരമ്പര കൂടി നടത്തിയതായി US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കിയിരിക്കുകയാണ്. പുറത്തുവരുന്ന പ്രസ്താവനകൾ പ്രകാരം യുദ്ധവിമാനങ്ങൾ, ഡ്രോണുകൾ, യുദ്ധക്കപ്പലുകൾ എന്നിവ ഉൾപ്പെടെയുള്ള US സേന, തീരദേശ നിരീക്ഷണ വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങൾ, സൈനിക ലോജിസ്റ്റിക് അടിസ്ഥാന സൗകര്യങ്ങൾ, നാവികശേഷി എന്നിവ ഉൾപ്പെടെയുള്ള ഡസൻ കണക്കിന് ഇറാനിയൻ സൈനിക ലക്ഷ്യങ്ങൾക്കെതിരെ കൃത്യതയോടെ ലക്ഷ്യം ഭേദിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി. സർവ്വ സൈന്യാധിപന്യ നിർദ്ദേശപ്രകാരമാണ് ഈ ദൗത്യം നടപ്പിലാക്കിയതെന്ന് സെൻകോം അറിയിച്ചു. ഇറാനിയൻ സൈനിക ശേഷി കൂടുതൽ ദുർബലപ്പെടുത്തുക, വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഉണ്ടായ സമീപകാല ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഇറാനിൽ നിന്ന് ഉറപ്പാക്കുക എന്നിവയായിരുന്നു ഇതിന്റെ ലക്ഷ്യം. മധ്യപൂർവ്വ ദേശത്ത്, അതായത് മധ്യപൂർവ്വ ദേശത്തുടനീളം 50,000-ലധികം UN സൈനികരെ വിന്യസിച്ചിട്ടുണ്ടെന്നും അവർ അതീവ ജാഗ്രതയോടെയാണ് ഏത് ആക്രമണത്തെയും നേരിടാൻ സജ്ജമാണെന്നും അങ്ങനെ ഏതൊരു ആക്രമണത്തെയും അവർ നേരിടാൻ നിലകൊണ്ട് നിൽക്കുന്നുണ്ടെന്നും കമാൻഡ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഇറാൻ വിഷയത്തിൽ അമേരിക്ക വലിയ വിജയം നേടിക്കൊണ്ട് ഇരിക്കുകയാണെന്ന് US പ്രസിഡന്റ് ട്രംപ് പറയുകയാണ്. നിലവിലുള്ള സൈനിക നീക്കങ്ങളുടെ ഫലം അമേരിക്കക്കാർക്ക് വളരെ പെട്ടെന്ന് തന്നെ കാണാനാകുമെന്നും അദ്ദേഹം പറയുകയാണ്.